ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അജ്ഞാന തേജസ്സിൽ അനുരാഗ യൗവനം കണ്ണീർ മഴ തന്നിന്ന് പിരിഞ്ഞു പോയി. വിരഹാദ്ര വേദന ആകെ പരന്നു. താജെന്ന പണ്ഡിതൻ വേർപിരിഞ്ഞു. എന്റെ താജുൽ ഉലമ പെയ്ത് മൺമറഞ്ഞു. അൽഹംദുലില്ലാഹ്. يا فتاه يا فتاه يا معين أرجل أرجل مرجل يهود موهوج ناجن يدود جادي أقسمت عليكم أيها الأرواح الروحانية تقصوني من دواركم بلطيتي يا شاطي يا قاطي يا محاتي مذكوري كما ذكر مذاكرا سحر كل ساهل مكر كل ماكر كيد كل كائد ظلم كل ظالم حسد كل حاسد ما هو الشفاء ورحمتك يا أرحم الراحمين. മഹാനായ താജുൽ ഉലമ ഉള്ളാൾ തങ്ങൾ നാം പ്രത്യേകം ആരും പരിചയപ്പെടുത്തേണ്ടതില്ല. എറണാകുളം ജില്ലയെ സംബന്ധിച്ചിടത്തോളം 10-20 വർഷമായി ഇവിടുത്തെ മണൽത്തരികൾ പോലും മഹാനായ താജുൽ ഉലമയെ കുറിച്ച് മഹത്വങ്ങൾ പറയാൻ മാത്രം ഈ നാടുമായി നമ്മുടെ ജില്ലയുമായി ബഹുമാനപ്പെട്ടവർക്ക് ബന്ധമുണ്ട്. നമ്മുടെ മർക്കസുൽ ബുശ്റയുടെ 2002 മെയ് മാസത്തിൽ മഹാനായ താജുൽ ഉലമ ഈ സ്ഥാപനത്തിൻ്റെ കൊച്ചു ഷെഡിൽ വന്ന് നമുക്ക് ഹിഫ്ദുൽ ഖുർആൻ ഉദ്ഘാടനം ചെയ്തു തരികയും കുറേ നേരം ഇവിടെ ഇരിക്കുകയും ഇനി എന്താണ് ഞാൻ നിങ്ങൾക്ക് ചെയ്തു തരേണ്ടത് എന്ന് പലവട്ടം ചോദിക്കുകയും ഈ സ്ഥാപനം വളരാൻ അവിടുന്ന് ദുആയിരക്കണമെന്ന് പറഞ്ഞപ്പോൾ അവിടുന്ന് പറഞ്ഞ മറുപടി ഈ സ്ഥാപനം വളർന്നില്ലെങ്കിൽ പിന്നെ ഏതാണ് വളരുക എന്ന് ചോദിക്കുകയുണ്ടായി. ആ വാക്കിൻ്റെ ബറക്കത്താണ് ഈ സ്ഥാപനം വളർന്നുകൊണ്ടിരിക്കുന്നത്. ഇനിയും അല്ലാഹു തആല അവിടുത്തെ മദദ് കൊണ്ട് നമ്മുടെ ഈ സ്ഥാപനം ഉയർത്തി തരുമാറാകട്ടെ. നമ്മുടെ ഈ സ്ഥാപനത്തിൽ 2002 ബഹുമാനപ്പെട്ട തങ്ങൾ വരുന്ന സമയത്ത് കളമശ്ശേരിയിൽ തോപ്പിൽ നൗഷാദി എന്ന് പറയുന്ന ഒരു സഹോദരൻ, സോഡാ കമ്പനിയുള്ള ഒരു സഹോദരൻ, അദ്ദേഹത്തിൻ്റെ 14 വയസ്സുള്ള കുട്ടിക്ക് ക്യാൻസർ ആണെന്ന് ഞങ്ങളോട് പറഞ്ഞു. ഞങ്ങൾ അവിടെ ഈ സ്ഥാപനത്തിൻ്റെ പ്രചരണത്തിന് വേണ്ടി ചെന്നതാണ്. അദ്ദേഹത്തിൻ്റെ സുഹൃത്ത് ഇങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, നമ്മുടെ സ്ഥാപനത്തിൽ കിണറില്ല, ഒരു കിണർ കുഴിച്ചു തരികയാണെങ്കിൽ CM വലിയുള്ളാഹിയുടെ പേരിൽ നടക്കുന്ന സ്ഥാപനമാണ്, അവിടുത്തെ ബറക്കത്ത് കൊണ്ട് ക്യാൻസർ മാറും എന്ന് പറയുകയും ഞാൻ പറഞ്ഞു, തങ്ങൾ ഇവിടെ വരുന്നുണ്ട്, നിങ്ങൾ വരുന്ന ദിവസം കുട്ടിയെ കൊണ്ടുവന്നാൽ തങ്ങൾ വന്നിരിക്കുകയും തങ്ങളോട് ദുആയിരക്കാൻ പറഞ്ഞ് തങ്ങളെ കാരണമായി കുട്ടിയുടെ അസുഖം മാറുകയും ചെയ്യുമെന്ന് പറഞ്ഞപ്പോൾ അവർ ഇവിടെ കുടുംബസമേതം വരികയും തങ്ങളോട് പറയുകയും കിണർ കുഴിച്ചു തരാമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടെന്ന് പറയുകയും ചെയ്തപ്പോൾ അള്ളാഹു മാറ്റിക്കൊടുക്കട്ടെ എന്ന് ദുആ ചെയ്തു. ആ കുടുംബത്തിന് തൃപ്തിയാകുന്നതുവരെ ഞാൻ പറഞ്ഞു, ഇവിടെ മുഹമ്മദ് ഖാന്റെ വീട്ടിലാണ് ഭക്ഷണം, നിങ്ങൾ അവിടെ ചെന്ന് തങ്ങളോട് ഒന്നുകൂടി പറയാൻ പറഞ്ഞു. തങ്ങളുടെ അടുക്കൽ ചെന്നപ്പോൾ മഹാനായ തങ്ങളവർകൾ ആ കുട്ടിയോട് ചോദിച്ചു, എവിടെയാണ് അതിൻ്റെ ക്യാൻസർ? അപ്പോൾ ആ കുട്ടി തൊട കാണിച്ചു കൊടുത്തു, അവിടെ ഓപ്പറേഷൻ കഴിഞ്ഞതാണ്. തങ്ങൾ ആ തൊടയിൽ ഇങ്ങനെ കുത്തിക്കൊണ്ട് പറഞ്ഞു, ഇവിടെ ക്യാൻസർ ഇല്ലല്ലോടാ എന്ന് പറയുകയും 1 മാസം കഴിഞ്ഞപ്പോൾ ആ കുട്ടി ഞങ്ങൾക്ക് ടെലിഫോൺ ചെയ്തുകൊണ്ട് പറഞ്ഞു, എൻ്റെ അസുഖം മാറി ഉസ്താദേ, ഡോക്ടർ റിസൾട്ടുകളൊക്കെ തിരിച്ചു തന്നു. ആദ്യം പരിശോധിച്ചപ്പോൾ ക്യാൻസറിൻ്റെ അണുക്കളുണ്ടായിരുന്നു, ഇപ്പോൾ ഒന്നും കാണുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് റിസൾട്ടുകളൊക്കെ തിരിച്ചു തന്നു എന്ന് ആ കുട്ടി ഞങ്ങളോട് വിളിച്ചു പറയുകയുണ്ടായി. ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകൾ ഈ സ്ഥാപനത്തിൽ വന്നപ്പോൾ കാലാകാലം ഈ സ്ഥാപനത്തിൻ്റെ വെള്ളം അവിടുത്തെ കറാമത്ത് കൊണ്ടാണ് എന്ന് നമുക്ക് പറയുന്നതിൽ വലിയ സന്തോഷമുണ്ട്. പല ആളുകൾക്കും പല സന്ദർഭങ്ങളിലും ഈ വെള്ളം ഉപയോഗപ്പെടാറുണ്ട്. അല്ലാഹു തആല അവിടുത്തെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ സർവ്വ സംരംഭങ്ങളും വിജയിപ്പിച്ചു തരുമാറാകട്ടെ. എന്തിനു വേണ്ടി ഈ സംഗമം ഇവിടെ സമ്മേളിപ്പിച്ചു എന്ന് വെച്ചാൽ നമുക്കറിയാം, ബിദഅത്തിന്റെ ആളുകൾ, മുത്തനാശയക്കാർ, ജമാഅത്തെ ഇസ്ലാമി, മുജാഹിദ്, തബ്ലീഗ് പോലെയുള്ള
കൂടാതെ പുത്തനാശയം ഉള്ളിൽ വെച്ചുകൊണ്ട് സുന്നിസം പുറത്ത് പ്രകടിപ്പിക്കുന്ന ഒരുപാട് ആളുകൾ ആശയവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ ഇതുപോലെയുള്ള സംഗമത്തിലൂടെ നാം ആദർശത്തിൽ ഉറച്ചു നിൽക്കാനും മഹാനായ തങ്ങളുടെ ആദർശം ഈ തവണത്തെ സുന്നി വോയിസ് നിങ്ങളൊക്കെ വാങ്ങി വായിക്കണം. മഹാനായ ഖമറുൽ ഉലമയുടെ ലേഖനവും ബഹുമാനപ്പെട്ട ചിത്താരി ഉസ്താദിന്റെ ലേഖനവും എല്ലാ ലേഖനങ്ങളും കനപ്പെട്ടത് തങ്ങളുടെ ചലനങ്ങളെ കുറിച്ചാണ്. അതൊക്കെ നാം പഠിച്ചു മനസ്സിലാക്കാൻ ഈ തവണ ഇറങ്ങിയിട്ടുള്ള സുന്നി വോയിസ് നിങ്ങൾ എന്ത് വില കൊടുത്തും വാങ്ങി അത് വായിച്ച് മഹാനായ താജുൽ ഉലമയെ ഒന്നുകൂടി പരിചയപ്പെടണമെന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ബഹുമാനപ്പെട്ട തങ്ങളുടെ കൂടെ ഏത് സമയത്തും ഉണ്ടായിരുന്ന മഹാനായ ഫضل പൂക്കോയ തങ്ങൾ നമ്മൾക്ക് ഇതിന്റെ നേതൃത്വം വഹിക്കാൻ വേണ്ടി മഹാനായ ഉസ്താദിന്റെ സമ്മതപ്രകാരം നമ്മൾ ക്ഷണിച്ചിട്ടുള്ളതാണ്. തങ്ങൾ ഇവിടെ എത്തിയിട്ടുണ്ട്. അല്ലാഹു തആല ദീർഘായുസ്സും ആഫിയത്തും നൽകി അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥന അവിടത്തേക്ക് ഞാൻ സ്വാഗതമായി ആശംസിക്കുകയാണ്. ഈ മഹത്തായ യോഗത്തിൽ നമുക്ക് മഹാനായ തങ്ങളെക്കുറിച്ച് പരിചയപ്പെടുത്തുന്ന നമ്മുടെ ബഹുമാനപ്പെട്ട ഉസ്താദ് അവറുകൾ, ഞാൻ ഒരുപാട് ഉസ്താദിനെ കുറിച്ച് പറയുന്നില്ല. ഉസ്താദിന് ഞാൻ അല്ലാഹു തആല ആഫിയത്തുള്ള ആരോഗ്യമുള്ള ദീർഘായുസ് നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ടവരെ മഹത്തായ വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. നമുക്ക് ദുആയിരന്ന് തന്ന വളരെ പ്രായമുള്ള ഏത് വേദിയിലും എത്തിപ്പെടുന്ന മഹാനായ താജുൽ ഉലമ പറഞ്ഞു, അത് വലിയ തങ്ങളാണ് എന്ന് പറഞ്ഞ് പലരോടും പറയുന്നത് നാം കേട്ടിട്ടുണ്ട്. മഹാനായ കുഞ്ഞിശ്ശേരിക്കോയ തങ്ങൾ കീക്കോട് മഹാനവറുകളുടെ കുടുംബത്തിൽ അല്ലാഹു ബറക്കത്ത് ചെയ്യുമാറാകട്ടെ. അവിടത്തേക്ക് ആഫിയത്തും ആരോഗ്യവും ദീർഘായുസ്സും അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ വേദിയിൽ നമ്മുടെ സ്ഥാപനത്തിലെ മുദരിസുമാർ, മറ്റ് സ്റ്റേജിലുള്ള എല്ലാ നേതാക്കന്മാർക്കും സാധാരണക്കാർക്കും മുതഅല്ലിമീങ്ങൾക്കും എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാർക്കും അവർക്കൊക്കെ പ്രത്യേകം ഞാൻ സ്വാഗതം ആശംസിച്ചുകൊണ്ട് ഇതിനു വേണ്ടി പരിശ്രമിച്ച, ഇതിനു വേണ്ടി എല്ലാം ഏറ്റെടുത്ത് ഓടിപ്പാഞ്ഞു നടന്ന എല്ലാ സഹോദരങ്ങൾക്കും അല്ലാഹു ആഫിയത്തുള്ള ആരോഗ്യമുള്ള ദീർഘായുസ് നൽകട്ടെ, അവരുടെ കുടുംബങ്ങളിൽ സന്തോഷം നൽകട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവരും ദുആ ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തി ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം